വിജയുടെ കത്തിറങ്ങി വിജയിച്ചപ്പോൾ നമ്മുടെ ജീവി സാറ് കത്തി എത്ര പോരാന്നേ, ഇതിനൊക്കെ എന്നിട്ട് ഞാൻ ചെയ്യും എന്നും പറഞ്ഞു പോയി ചെയ്ത സിനിമയാണ് ഖൈദി നമ്പർ 150. ഈ ടൈറ്റിലെ 150 എന്നത് ഈ ക്യാറ്റിന്റെ വയസ്സല്ല, മറിച്ച് ഇത് ജീവി സാറിന്റെ 150ാമത്തെ റീമേക്കാണ്. സോറി, റീമേക്കല്ല, പടമാണ്. അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനെ പേരിട്ടത്. അതിനുവേണ്ടി ആ 150 എന്നത് ആ ജയിൽ യൂണിഫോമിൽ നമ്പറാക്കി മാറ്റിയിട്ടുണ്ട്. സംശയമൊന്നുമില്ലല്ലേ? കത്തിയിൽ വിജയുടെ ഉണ്ടോ സാധാ പോലെ ഓടി വരുന്നതാണെങ്കിൽ ഇവിടെ ചിരഞ്ജീവി ഓടി വന്ന് ഒരു ചെറിയ കുളം ചാടി കിടക്കാൻ എയറിൽ പറന്നു നിൽക്കുമ്പോൾ രണ്ടുണ്ട പുള്ളിയുടെ തലയുടെ ഭാഗത്തോടെ പറന്നു പോകുമ്പോഴാണ് മെഗാസ്റ്റാർ ചിരഞ്ജീവി എന്ന് എഴുതി കാണിക്കുന്നത്. കത്തിയിലെ വിജയ് പോലീസിനോട് ജയിൽ ചാടിയവന്റെ കാലിലേക്ക് വെടിവെക്കാൻ പറയുകയാണ് ചെയ്യുന്നതെങ്കിൽ തെലുങ്കിലെ ജീവി സാർ തന്നെ പോലീസിന്റെ കയ്യിൽ നിന്ന് തോക്ക് തട്ടിപ്പറിച്ച് മേടിച്ച് ജയിൽ പുള്ളിയെ വെടിവെച്ചിടുന്നുണ്ട്. ഐറ്റം ഡാൻസ് ഇല്ലാണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് വാശി പിടിച്ച ജീവി സാറിന് ഫേക്ക് പാസ്പോർട്ട് മേടിക്കാൻ പോണ വൈക്ക് ഒരു ഐറ്റം ഡാൻസ് കൂടി കൊടുത്തു. ശരിക്കും പറഞ്ഞ പാസ്പോർട്ട് വാങ്ങാൻ പോകണമെന്നൊന്നും കത്തിയിലില്ല. കതിരേസൻ ജീവയെ കണ്ടുകിട്ടുന്ന സീനിൽ അവരെ തമ്മിൽ വേർതിരിച്ച് ഓഡിയൻസിന് മനസ്സിലാക്കാൻ വേണ്ടി ചെറിയ രീതിയിൽ ജീവ താടി വളർത്തിയിരിക്കുന്നതായി കാണാം. ഇവിടെ തെലുങ്കില് കള്ളൻ ജീവി സാറിൽ നിന്ന് വ്യത്യസ്തമായി പാവൻ ജീവി സാറിന് ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് വെച്ചാൽ പിന്നെ പാവാവൂലോ. വിജയ് സാമന്തയെ തല്ലിയതിന്റെ പിറ്റേ ദിവസം സാമന്ത നടന്നു വരുമ്പോൾ വിജയ് നോക്കുന്നതല്ല, റൊമാൻറ്റിക് രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ജീവി സാർ ചന്ദനത്തിരിയെ കത്തിച്ച് പൂക്കളഞ്ഞിട്ടൊക്കെ ഇട്ടാണ് ഇരിക്കുന്നത്. കത്തിയിലെ ഇന്റർവെൽ പഞ്ച് എല്ലാവരും ഓർത്തിരിക്കുന്ന ഒന്നാണ്. വിജയ് ചിരിച്ചിട്ട് എന്ന് പറയുന്നതായിരുന്നത്. പക്ഷെ പഞ്ച് പോരാന്നും പറഞ്ഞ് തെലുങ്കിൽ ജീവി സാറ് 2 കഥാപ്രസംഗം മുഴുവൻ നടത്തിയ ശേഷമാണ് എന്ന് പറയുന്നത്. കത്തിയില് കോമഡി കുറവാണ്. ഖൈദി നമ്പർ 150 സീരിയസ് ആയിട്ട് എന്തെങ്കിലും നടന്ന തൊട്ടടുത്ത സീൻ കോമഡിയാണ്. സിനിമയുടെ ഒരു സീരിയസ് ഘട്ടത്തിൽ സാമന്തയും വിജയും ഫോണിലൂടെ സംസാരിച്ച് റിംഗ് ഇടുന്നത് കാണിക്കുന്നുണ്ട്. ശരിക്കും അത് കഴിഞ്ഞായിരുന്നു സെൽഫി സോങ് ഒക്കെ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞുള്ള സീനിലെ സീരിയസ്നെസ് പോകുമെന്ന് മനസ്സിലായതോടെ ഡയറക്ടറായ മുരുകദാസ് സെൽഫി സോങ് സിനിമയുടെ ഫസ്റ്റ് ഹാഫിൽ സാമന്ത വിജയ് പ്രപ്പോസ് ചെയ്യുന്ന സീനിൽ പ്ലേസ് ചെയ്തു. തെലുങ്കിലാണ് എവിടെയൊക്കെ പാട്ട് കയറ്റാൻ പറ്റും അവിടെയൊക്കെ പാട്ടുണ്ട്, കോമഡിയുണ്ട്. പടം നല്ല രീതിക്ക് മുമ്പിച്ചും വെച്ചുണ്ട്. അവരെല്ലാം താമസിക്കുന്ന ഓൾഡേജ് ഹോം ആക്രമിക്കാൻ വന്ന ഗുണ്ടകളെ വിജയ് അടിച്ചിട്ടിട്ട് അവരുടെയൊക്കെ മുകളിൽ കയറിയിരിക്കുന്ന ഒരു ഷോട്ടുണ്ട്. കത്തിയിൽ 100 പേര് ചത്ത് കിടക്കാണ്ടി, നമ്മളിലോ 200 പേര് ചത്ത് കിടക്കണണ്ടി. പിന്നെ നടന്ന ചരിത്രം. സാമന്തയ്ക്ക് സിനിമയുടെ അവസാന ഭാഗമാകുമ്പോഴാണ് ഇത് ജീവയല്ല കതിരേസനാണെന്ന് മനസ്സിലാവുന്നത്. പക്ഷെ തെലുങ്കിൽ കാജൽ അഗർവാളിന്റെ സിനിമയുടെ പകുതി ആകുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ കാര്യം ജീവി സാറിനോട് വയ്ക്കുമ്പോൾ പുള്ളി ഇങ്ങനെ പറയും, എന്തേലാവട്ടെ എന്ന് കരുതിയ പടം തീരാറായപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കത്തിയിലൊന്നും പറയാതെ പോകുന്ന കതിരേസനെ പോലെ അല്ല ജീവി സാറ്. ലാസ്റ്റ് വന്ന് എല്ലാ ക്രെഡിറ്റ്സും മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ വഴി കൂടെ പോയ ജഡ്ജി വരെയും പുള്ളിനെ അഭിനന്ദിക്കുന്നുണ്ട്. അവസാനം കാജൽ അഗർവാളിനോട് ഇങ്ങനെ പറയുമ്പോൾ സിനിമ തീരും.